ഓം ശാന്തി. പ്രഭാതമുരളി 12:1:22. मीठे बच्चे बाप से पूरा वर्षा लेने के लिए विकारों का दान जरूर देना है, देही अभिमानी बनना है, मम्मा बाबा कहते हो तो लायक बन. ബാബ പഠിപ്പിക്കുകയാണ്, മധുരമായ കുട്ടികളെ, ബാബയിൽ നിന്നും പൂർണ്ണമായും സ്വത്ത് നേടുന്നതിന് തീർച്ചയായിട്ടും വികാരങ്ങളുടെ ദാനം ചെയ്യും. ബാബയിൽ നിന്നും നമ്മള് പൂർണ്ണമായും ബാബയുടെ സ്വത്ത് നേടുന്നതിന് നമ്മളിലുള്ള വികാരങ്ങളെ തീർച്ചയായിട്ടും ദാനം ചെയ്യണം. ദേഹി അഭിമാനി ബനനാഹി, നമ്മൾ ദേഹി അഭിമാനികളായി മാറണം. മമ്മ ബാബ എന്ന് പറഞ്ഞാൽ പോരാ, പിന്നെയോ നമ്മള് മമ്മ ബാബ എന്ന് പറയുന്നുണ്ടെങ്കിൽ യോഗ്യരായിട്ട് മാറും. അവർ മമ്മ ബാബ എന്ന് വിളിക്കാൻ നമ്മൾ യോഗ്യരായിട്ട് മാറും. ചോദ്യം: आस्तिक बने हुए बच्चे भी किस एक बात के कारण नास्तिक बन जाते हैं? ആസ്തികരായി മാറിയ കുട്ടികളും ഏതൊരു കാരണം കൊണ്ടാണ് നാസ്തികരായി മാറുന്നത്? ആസ്തികരായി മാറിയ കുട്ടികൾ ബാബയെ മനസ്സിലാക്കി ബാബയുടെ സ്വത്തിന് എടുക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്, സൃഷ്ടിയുടെ ആദിമത്യാന്തൊക്കെ മനസ്സിലാക്കി ബ്രാഹ്മണനായി. എന്നാലും ഏതൊരു കാരണം കൊണ്ട് വീണ്ടും നാസ്തികരായി മാറും? ഉത്തരം: ദേഹാഭിമാനിക്ക് കാരണം ജോ കഹത്തെ ഹം സബ് കുച്ച് ജാൻതേ. ഈ ദേഹാഹങ്കാരം കാരണം പറയുകയാണ്, ഞാൻ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു, എനിക്കെല്ലാമായി. പുരാനി ഛാൽ ചോടത്തെ നഹി, അവർ ആ പഴയ ശീലങ്ങളൊന്നും കളയുന്നില്ല. ജ്ഞാനിക്ക് ഗോലി ലഗ്നേക്കെ ബാദ് മായാക്കി ഗോലി ഖാത്തെ രഹ. ഈ ജ്ഞാനത്തിന്റെ വെടിയുണ്ട ഏറ്റതിന് ശേഷവും അവർ വീണ്ടും മായയുടെ ഗുളിക മേടിച്ച് കഴിക്കുന്നു. മെയിം ആത്മാഹും ദേഹ്യാഭിമാനി ബനനാഹെ ഇസ് ബാത് കോ ഭൂൽനെ സേ ആസ്തിക് ബനെ ഹുയേ ബി നാസ്തിക് ബൻ ജാത്തെ. ഞാൻ ആത്മാവാണ്, ദേഹി അഭിമാനിയായി മാറണം. ഈ കാര്യങ്ങൾ മറക്കുന്നതിലൂടെ ആസ്തികരായിട്ടും പിന്നെയും നാസ്തികരായി മാറുന്നു. ഈശ്വരീയ ഗോദസെ മർ ജാത്തെ, ഈശ്വരന്റെ മടിയിൽ നിന്നും അവര് മരിക്കുകയാണ്. അതായത് നമ്മള് കുറച്ച് അറിവുള്ളവരായി മാറി, പിന്നെ കഴിവുള്ളവരായി മാറി, കുറച്ച് സേവാധാരികളൊക്കെ ആയി മാറി കഴിയുമ്പോൾ ഞാൻ എല്ലാം തികഞ്ഞു എന്നൊരു അഹങ്കാരം കയറി വരും. ഇതൊക്കെ മാർഗമധ്യേയുള്ള വിഘ്നങ്ങളാണ്, ശത്രുക്കളാണ്. അപ്പൊ അത് കയറി വരുമ്പോൾ ബാബ പറയണു, അവര് മായയുടെ ഗുളിക മേടിച്ച് കഴിക്കാം. ബാബയുടെ ജ്ഞാനത്തിന്റെ ഗുളിക കഴിക്കുന്നതിനും പോയി മായയുടെ ഗുളിക മേടിച്ച് കഴിക്കും. ആത്മാഭിമാനി ആകുന്ന കാര്യം മറന്നു പോകും. ബാബ പറയണു, അവര് നാസ്തികരാകും, ബ്രാഹ്മണനിൽ നിന്ന് മരിച്ചു. ഇതും ആജ് നഹിം തോ കൽ, ഇന്നല്ലെങ്കിൽ നാളെ ഈ മുട്ടുകൾ വിടരും. ഓം ശാന്തി. ബഹ്ബി ഘടി ഹേ യഹ് ബേഹത്തേക്ക് കണി. ഈ ലോകത്തെ നാഴികമണി വാച്ചുണ്ട്. ബാബ പറയണു, ഇതും ഒരു പരിധിയില്ലാത്ത ക്ലോക്കാണ്. ഉസ്മേം ബി ക്വാർട്ടർ ഹാഫ് और ഫുൾ ദിഖായ ഇസ്മേം ബി ഐസെ. അതിലും ഒരു കാൽഭാഗം, അരഭാഗം, പൂർണ്ണമായ ഭാഗം കാണിക്കാറുണ്ട്. അതായത് ഒരു മണിക്കൂർ 4 ഭാഗമായിട്ട് കാണിക്കുന്നു. ഇവിടെയും അങ്ങനെ തന്നെയാണ്. 4 ഹിസ്സേ, 4 ഭാഗം. 15 മിനിറ്റ് മേലെ പോയി, ഒരു 60 മിനിറ്റില് 15 മിനിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. വൈസേ യഹ് ഫിർ ഏക് സേ ശുരു കരേംഗെ. അതേപോലെ ഇവിടെയും ഒന്നിൽ നിന്നും ആരംഭിക്കും. ഇസ്മേം ആധാ കൽപ്പകെ ദിൻ ആധാ കൽപ്പകെ രാത്രി. ഇതിലെ പകുതി ഭാഗം അല്ലെങ്കിൽ അരക്കൽപ്പം പകലാണ്, അരക്കൽപ്പം രാത്രിയാണ്. ജൈസെ നക്സേ മേ ദേഖ, നോർത്ത് പോൾ മേം 6 മാസ് രാത്ത് ഹോത്തി തോ ജരൂർ സൗത്ത് പോൾ മേം 6 മാസ് ദിൻ ഹോഗ. ബാബ പറയാണ്, നമ്മുടെ മാപ്പിലൊക്കെ കാണിക്കാറുണ്ട്, നോർത്ത് പോളില് 6 മാസം പകലാണെങ്കിൽ തീർച്ചയായിട്ടും സൗത്ത് പോളില് 6 മാസം ധ്രുവത്തില് ഇരുട്ടായിരിക്കും. യഹാംബി ബ്രഹ്മ കാ ദിൻ ആധാ കൽപ്പത്തോ ബ്രഹ്മ കെ ലിയെ ആധാ കൽപ്പം. ഇവിടെയും അതുപോലെ എന്താണ്, ബ്രഹ്മാവിന്റെ പകല് പരിധിയില്ലാത്ത അരക്കൽപ്പം പകലാണ്, പിന്നെ രാത്രിയാണ് അരക്കൽപ്പം. ദുനിയാവാലെ യഹ് നഹീം ജനതേക്ക് യഹ് ഡ്രാമ കാ ചക്ര ഹി ജിസ്കോ കൽപ്പ വൃക്ഷ ഭി കഹാ ജാതാ ഹി ഇൻകി ആയു കിത്തനി ഹി. ഈ ലോകക്കാർക്കും തന്നെ ഇതൊരു ഡ്രാമയുടെ ചക്രമാണെന്നും ഇതിനെ കൽപ്പവൃക്ഷം എന്ന് വിളിക്കുമെന്നും ഇതിന്റെ കാലാവധി എത്രയാണെന്നും ഒന്നും തന്നെ അറിയില്ല. नाम ही है कल्पवृक्ष, इतनी आयु वाला बड़ा वृक्ष तो कोई होता नहीं, इसलिए इनके बर्न्ड बन ट्री से होते. ഇതിന്റെ പേര് ബാബ പറയാണ് കൽപ്പവൃക്ഷം എന്നാണ്. ഇതിന്റെ ആയുസ്, ഇതിന്റെ കാലാവധി ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഇതിനെ പേരാലുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത്. ഗീതയിലായിക്കോട്ടെ, ഘടോപനിഷത്തിലൊക്കെ ഇതിനെ പേരാലുമായിട്ട് താരതമ്യപ്പെടുത്താറുണ്ട്. उनका भी फाउंडेशन सड़ गया है, बाकी झाड़ कड़ा है, इसलिए गाया भी जाता है. एक टांग टूट गई, ബാക്കി 3 പയർ पर खड़े हैं. ഈ പേരാലിന്റെയും കട വിട്ടു പോയിരിക്കുകയാണ്.
അത് കൊമ്പുകളിൽ നിൽക്കുന്നത് പോലെ ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിന്റെ കട വിട്ടുപോയി. സനാതന ധർമ്മത്തെ കുറിച്ച് ആർക്കും അറിവില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇതിന്റെ ഒരു കാല് പോയി 3 കാലിലാണ് നിൽക്കുന്നത്. ദുനിയാമേ എഹ് കൊയ് നഹീം ജാനത്തെ ആധാ കൽപ ദിൻ और ആധാ കൽപ രാത് അഥവാ ആധാ കൽപ ജ്ഞാൻ और ആധാ കൽപ ഭക്തി. എന്നാൽ ലോകത്തിൽ ആർക്കും തന്നെ പകുതി കൽപ്പം പകലാണെന്നും പകുതി കൽപ്പം രാത്രിയാണെന്നും അതേപോലെ ജ്ഞാനമാണ് ഭക്തിയാണ് ഈ കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. വഹ് ആധാ ആധാ നഹീം കർ സക്തെ. ബാബർ അവർക്കിത് പകുതി പകുതി ആക്കാനും സാധ്യമല്ല. സത്യുക്ക് ബഹുത് ടൈം ദിയാ ഹേ തോ ആധാ ആധാ നഹീം ഹോ സക്ത. അതിന് കാരണം എന്താണ്? അവര് കലിയുഗത്തിന്റെ ഇരട്ടി ദ്വാപരയുഗം, കലിയുഗത്തിന്റെ 3 ഇരട്ടി ത്രേതായുഗം, പിന്നെ 4 ഇരട്ടി സത്യുഗം. ബാബ പറഞ്ഞു പിന്നെ എങ്ങനെ പകുതി പകുതിയാകും? ഈ ഹിസാബ് ഹി നഹീ രഹത്ത. യാതൊരു കണക്കുകളുമില്ല. മനുഷ്യ ആസ്തിക് അവർ നാസ്തിക അക്ഷർക്കാബി അർദ്ധനഹ്യം സമച്ചിട്ട്. ഇവിടെ ആസ്തികരെ നാസ്തികർ എന്ന് പറയാറുണ്ട്. ബാബ പറഞ്ഞു ആ വാക്കിന്റെ അർത്ഥം പോലും മനുഷ്യർക്ക് അറിയില്ല. ആധാ കൽപ്പ സൃഷ്ടി ആസ്തിക രഹത്തി, ആധാ കൽപ്പ നാസ്തിക രഹത്തി. അരകൽപ്പം ഈ സൃഷ്ടി ആസ്തികമായിരിക്കും, അരകൽപ്പം നാസ്തി. അതായത് അരകൽപ്പത്തെ ഈശ്വരന്റെ സമ്പത്തായിരിക്കും, അരകൽപ്പം ബാബ പറയാണ് അസുരന്റെ സമ്പത്ത്, രാവണന്റെ സമ്പത്താണ്. ഇതൊന്നും ലോകത്ത് ആർക്കും തന്നെ അറിയാൻ പാടില്ല. വക ആസ്തിക് പൻക വർഷ ബാബ്സെ മിൽത്ത. ആ അരകൽപ്പത്തെ ആസ്തികത എവിടെ നിന്ന് വന്നു? അത് ബാബ കൊടുത്തതാണ്. കൊയ് ബി നഹിം ജാനത്തെ ശിവരാത്രി കബ് ഹോത്തി. ഏത് രാത്രിയിൽ ശിവൻ വരുന്നു, എപ്പോഴാണ് ശിവരാത്രി? അവർ ആർക്കും തന്നെ അറിയില്ല. ടൈം തോ ഹോനാ ചാഹിയേ നാ, ജബ്കി ബാപ് ആക്കർ രാത് കോ ദിൻ ബനാവേ. എല്ലാത്തിനും ഒരു ടൈം ഉണ്ടാവണമല്ലോ. ബാബ വന്ന് സ്വർഗത്തെ സ്ഥാപിക്കുന്നതിന് ഒരു ടൈമില്ലേ? ഒരു വീടുണ്ടെങ്കിൽ ആ വീടിനെ കുറിച്ച് അറിവുണ്ടാകണം. ഒരു അറിവ് ആത്മാവിലുണ്ട്. അതുപോലെ പ്രപഞ്ചമുണ്ടെങ്കിൽ പ്രപഞ്ചത്തെ കുറിച്ച് ഒരു അറിവുണ്ടാകും. പക്ഷെ ബാബ പറഞ്ഞു ആ അറിവ് മനുഷ്യർക്കില്ല. ബാബ കോ ഹി ആക്കർ ഭക്തി കാ ഫൽ ദേ ഭക്തി സെ ചുടാന. ബാബയ്ക്ക് തന്നെ ഭക്തിയുടെ ഫലം തന്ന് ഭക്തിയിൽ നിന്ന് നമ്മളെ വിടുവിക്കണം. ഭക്തിയിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്തിയുടെ ഫലം നൽകുന്നത്. പരംപിത പരമാത്മാക്കോ ആനാബി ജരൂർ ഹേ. നമ്മളെല്ലാവരും ഈശ്വരനെ വിളിക്കുന്നത് ഭക്തിയില്. അപ്പോൾ പരമാത്മാവിന് തീർച്ചയായിട്ടും വരേണ്ട വരും. പുകാർത്തെ ഹേ, ഹേ പതിത് പാവനാവും. വിളിക്കുന്നതും പതിത പാവന വരൂ എന്നാണ്. പതിത് പാവൻ കോൻ ഹേ യഹ് നഹീം ജാനത്തെ ഇസ്ലിയെ ഉൻകോ നാസ്തിക് കഹാ ജാത. എന്നാൽ ഈ പതിത പാവനൻ ആരാണ്? ഈശ്വരൻ ആരാണ്? പരമാത്മാവ് ആരാണ്? ബാബ പറഞ്ഞു അത് അറിയാത്തത് കൊണ്ടാണ് അവരെ ബാബ ആസ്തികർ എന്ന് വിളിച്ചത്. ആളുകൾ വിചാരിക്കുന്ന എന്താ? ദൈവവിശ്വാസം കൊണ്ട് അമലത്തിൽ പോകുന്നുണ്ട്, വേദങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ഗീതയൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവര് ആസ്തികർ. ദൈവം ഇല്ല എന്ന് പറയുന്നവര് നാസ്തികർ. ബാബ പറഞ്ഞു ദൈവത്തെ അറിയാത്തവരൊക്കെ നാസ്തികരാണ്. സൃഷ്ടാവിനെ കുറിച്ചും സൃഷ്ടിയെ കുറിച്ചും അറിയാത്തവരൊക്കെ ബാബയുടെ ഭാഷയിൽ എന്താണ്? ന ആസ്തി. അവർക്ക് യാതൊരു ആസ്തിയുമില്ല. ജാനനെ വാലോമേ ബി നമ്പർ വാർ പുരുഷാർത്ഥനുസരണം. ഇനി ബാബയെ മനസ്സിലാക്കിയവരെല്ലാവരും ഒരുപോലെ അറിയുന്നുണ്ടോ? ഇല്ല. ബാബ പറഞ്ഞു അവരവരുടെ പുരുഷാർത്ഥത്തിനനുസരിച്ച് തന്നെ അറിയുന്നുള്ളൂ. ഇപ്പോ നമ്മൾ പുറത്തൊരു അന്തരീക്ഷം സൂര്യോദയം കാണാം. പക്ഷെ നമ്മളൊരു പേരത്തേക്ക് ഒരു ചെറിയ ഹോളുള്ളൂ. അപ്പൊ ആ ഹോള് വലുതാകുന്നതനുസരിച്ച് എന്ത് ചെയ്യും? നമുക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് പോലെ പുരുഷാർത്ഥം ചെയ്ത് നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ വ്യക്തമാകും. യഹാം രഹനെ വാലെ ബി ആക്യുറേറ്റ് ജാനനെ കാരൻ ആശ്ചര്യവന്ത് സുനന്തി ഖദന്തി ഭാഗന്തി ഹോ ജാതി. ബാബയുടെ കൂടെ കഴിയുന്ന കുട്ടികളും യഥാർത്ഥത്തിൽ ഇത് ആരാണ് വന്നിരിക്കുന്നത്, ഏത് സമയമാണ്, ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് അവരും ആശ്ചര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നു, അത്ഭുതമാണ്. അത് മറ്റുള്ളവരോട് പോയി പറയുന്നു. അതിനേക്കാളും അത്ഭുതമാണ് ഒരു ദിവസം ദൈവത്തെ വിട്ടു പോകുന്നു. ബാബ കാ പഹല പഹല ഫർമാൻ ഹേ പവിത്രത. ബാബയുടെ പ്രഥമ ആജ്ഞ എന്താണ്? പവിത്രതയാണ്. ബഹുത് സെന്റേഴ്സ് ജഹാം വികാരി മനുഷ്യ അമൃത് പീനെ ജാത്തേ ഹേ ധാരണ കുച്ച് നഹീം കർ സക്തെ. ധാരാളം സെന്ററുകളിൽ വികാരികളായി മനുഷ്യർ പോകുന്നുണ്ട്. ബാബ പറഞ്ഞു അവർക്കൊന്നും തലയിൽ കയറത്തില്ല. അവർക്ക് എവിടെയോ ഒന്ന് സ്പർശിച്ചു, അത് ശരിയാണ്, പരമാത്മാവിന്റെ കാലമാണ്, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയും. പക്ഷെ ബാബർ ഇത് ആത്മാവിലേക്ക് കയറില്ല. എന്തുകൊണ്ടെന്നാൽ അവര് വികാരത്തിലേക്ക് പോകുന്നു. വികാരവും കോബി നഹീം ചോടുത്തെ. അവര് വികാരങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. ജോ അമൃത് ചോട് വിഷ പീത്തേഹെ ഉൻകോ ഭസ്മാസുർ കഹാ ജാത. ബാബറിനു ഈ ബാബ നൽകുന്ന അമൃതം കളഞ്ഞിട്ട് വികാരങ്ങളിലേക്ക് പോകുന്നവരെയാണ് ഭസ്മാസുരൻ എന്ന് വിളിക്കുന്നത്. കാമചിതാപർ ചട് ഭസ്മഹോ ജാത്തേഹി ദേവതാ ബനത്തിനെ. അവര് കാമവികാരത്തിൽ പോയി ഭസ്മമായി പോകാൻ. അവര് ദേവതയാകില്ല. പകലെ വികാരം കാ ദാൻ ദേനാചൻ. അവർ ആദ്യം ബാബ എന്താ ചോദിക്കുന്നത്? വികാരങ്ങളെ ദാനം ചെയ്യണം. ദേ ദാൻ ഛൂട്ടെ ഗ്രഹം ദാനദേം തബ ബാബ മമ്മ കഹനലായിക്കോ. ബാബ പറഞ്ഞു ഇത് ദാനം ചെയ്താലേ മമ്മ ബാബ എന്ന് വിളിക്കാൻ യോഗ്യരാകും. ക്രോധ ബി കമനഹി. ഇനി കാമം മാത്രം പോരാ, ക്രോധവും കുറവൊന്നുമല്ല.
क्रोध में आकर पहले तो गाली देते ही फिर मारने भी शुरू कर देते, एक दो का गुन भी कर देते. ക്രോധത്തിൽ വന്നിട്ട് ആദ്യം ദേഷ്യപ്പെടുന്നു, ആദ്യം ചിന്തയിൽ വരും, പിന്നെ വാക്കിൽ വരും, പിന്നെ ബാബ പറയുന്നത് ചിലപ്പോൾ കൈയെടുത്ത് അടിക്കുന്നു, അവർ ചിലപ്പോൾ കുത്തിക്കൊല്ലും, പിന്നെ രക്തമൊഴുക്കാണ്. അഖ്ബാരമേ ബി ഐസ്യ സമാചാർ ബഹുത്ത് ചപ്തേ. പേപ്പറുകളിൽ ഇങ്ങനെയുള്ള വാർത്തകൾ അല്ലെ ബാബ പറയുമ്പോൾ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ഇക്കാലത്താണെങ്കിലോ ഇത് തന്നെയാണ് വാർത്തകൾ. ബാബ സെ വർഷ ലേനാഹി തോ ഇൻ വികാരോം സെ ജിൻസെ ദുർഗതി ഹുയി ഉൻകാ ദാൻ ജരൂർ ദേനാ പടേ. ദ്വാപരം മുതലുള്ള ഈ വികാരങ്ങളാണ് നമ്മൾ എല്ലാവരെയും അധപ്പതിപ്പിച്ചത്. ബാബ പറയണു സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ, ബാബയുടെ സ്വത്ത് എടുക്കണമെങ്കിൽ ഈ വികാരങ്ങൾ ദാനം ചെയ്യും. ഈ ലോകത്തിന്റെ ആധിപത്യത്തിന് ഈ വികാരങ്ങൾ വേണം. ബാബ പറഞ്ഞു ആ ലോകത്തിന്റെ ആധിപത്യം വേണമെങ്കിൽ ഈ വികാരങ്ങൾ ഉപേക്ഷിക്കണം. ബാബ കാത്തെ ബച്ചേ തുമക്കോ അശരീരി ബൻ ചലനാഹി ഏക ദേഹാഭിമാൻ ചോട്. ബാബ പറയാണ് കുട്ടികളെ നിങ്ങൾക്ക് അശരീരിയായി പോകണം, ഈ ദേഹാഭിമാനം ത്യജിക്ക്. കിത്തന സമയത്തും ദേഹാഭിമാനി രഹേ. എത്ര കാലമായി ഈ ദേഹാഭിമാനികളായി കഴിയുന്നു. സത്യമെന്തും ആത്മ അഭിമാനിന്റെ, സത്യത്തിലെ നമ്മള് ആത്മ അഭിമാനികളായിരുന്നു. എണുബായിക്ക് ഉറക്കം വരുന്നു, അതിനെ ചായ ചിലപ്പോ ഉറക്കം വരും, ജാതി വെളുപ്പിനെ എഴുതി. ബാബ പറയാണ് കുട്ടികളെ ഒരു ശരീരം വിട്ട് അടുത്ത ശരീരത്തിലേക്ക് പോകും. ഇതൊക്കെ സത്യയുഗത്തിലെ നല്ല ബോധ്യമുണ്ട്. കാര്യത്തിട്ടുണ്ടെങ്കിൽ അവര് ആത്മ അഭിമാനികൾ. ആത്മാഭിമാനി എന്ന് വെച്ചാൽ എന്താ? ആത്മാഭിമാനി എന്ന് വെച്ചാൽ എന്താ? ആത്മാഭിമാനി വേണുഭായി, ആത്മാഭിമാനി എന്ന് വെച്ചാൽ എന്താ? ആത്മാഭിമാനി എന്ന് വെച്ചാൽ എന്താ? പറയൂ, രജനിമാജി പറയൂ. ആത്മാഭിമാനി എന്ന് വെച്ചാൽ മനസ്സും ബുദ്ധിയും ആത്മാവിലിരിക്കുക. മനസ്സും ബുദ്ധിയും ആത്മാവിലിരിക്കുമ്പോൾ ആത്മാഭിമാനി, മനസ്സും ബുദ്ധിയും ദേഹത്തിലിരിക്കുമ്പോൾ ദേഹാഭിമാനി. ദേഹത്തിന് ബോധമുണ്ടോ? സത്യത്തിലെ ദ്വാപരമാര് ദേഹത്തിനല്ലേ ബോധം വരുന്നത്? അത് ആത്മാവിനാണ് ബോധം കേടുവരുന്നത്. ആത്മാവിന് ദേഹാഭിമാനം, ആത്മാവിന് ആത്മാഭിമാനം. ദേഹത്തിന് സത്യത്തിലും ബോധമില്ല, കലിയുഗത്തിലും ബോധമില്ല. വഹം മായ ഹോത്തിനഹി ഇസ്ലിയെ ദുഃഖിക്ക് ബാത്തിനഹിന്. അവിടെ മായയില്ല. മായ എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചതത്വങ്ങൾ സത്യമാണെന്ന് വിചാരിക്കുന്നതാണ് മായ. ഈ കണ്ണുകൊണ്ട് കാണുന്നത് സത്യമാണ്, കാതുകൊണ്ട് കേൾക്കുന്നത് സത്യമാണ്, ഇങ്ങനെ വിചാരിക്കുന്നതാണ് മായ. അവിടെ മായയില്ല. അവിടെ ഏത് ബോധത്തിലാണ്? പഞ്ചതത്വങ്ങൾക്ക് ഉപരിയായ ബോധം, ബ്രഹ്മബോധത്തിലാണ്. യഹം തോ ബഡ ആദ്മി ബീമാർ പടയത്തോ അഖ്ബാർ മേം പഠിച്ചാത്ത. ഇവിടെ വലിയ വലിയ ആൾക്കാർക്കൊക്കെ അസുഖമുണ്ടെങ്കിൽ ബാബ പറയാണ് അവര് പേപ്പറിലൊക്കെ വാർത്തകൾ വരാറുണ്ട്. കിത്തന ഉनको बचाने की कोशिश करते, അവരെ രക്ഷിക്കാനായിട്ട് എത്ര ശ്രമിക്കാറുണ്ട്. देखो ഈ സമയം പോപ്പുക കിത്തന മാനഹി. നോക്കൂ ഈ സമയത്ത് ഈ പോപ്പിനൊക്കെ എന്തൊരു ബഹുമാനമാണ്. പരന്തു ഈ സമയം സഭയെ നാസ്തിക്. ബാബ പോപ്പിനെ വിളിക്കുന്നത് എന്താ? പോയി പോപ്പിനോടൊന്ന് പറഞ്ഞേക്കരുത്, പള്ളിയിൽ അച്ഛനോടും ക്രിസ്ത്യാനിയോടും പോയി പറഞ്ഞേക്കരുത്. ഇതൊക്കെ ബാബ നമ്മളോട് രഹസ്യമായിട്ട് പറയുന്ന കാര്യമാണ്. പോപ്പ് നാസ്തികനാണ്. പോപ്പൊക്കെ ഭയങ്കര ആദരവാണ്. പോപ്പൊക്കെ ദൈവത്തിന്റെ അടുത്താളെന്ന് പറഞ്ഞ് ഇവിടെ ആദരിക്കും. ദൈവം വന്നിട്ട് പറയാണ് പോപ്പ് നാസ്തികൻ. ഇതൊക്കെ നമ്മൾക്ക് കിട്ടുന്ന ഗോപനീയമായ അറിവുകളാണ്. ഗോഡ് ഫാദർക്കോ ജനത്തെ ഹി നഹീ തോ നാസ്തിക് കഹേംഗേ നാ. ബാബനെ റീസൺ പറയാണ്, ഗോഡ് ഫാദറിനെ അറിയുന്നില്ലെങ്കിൽ, അവര് ഗോഡ് ഫാദർ എന്ന് പറയുന്നുണ്ടല്ലോ, ഗോഡ് ഫാദറിനെ അറിയുന്നില്ലെങ്കിൽ നാസ്തികരാണ്. അപ്പൊ ഈ ബാബുക്കോ 5-7 ബच्चे हो तो बच्चे कहेंगे क्या कि एक बाप हमारा सर्वव्यापी. ഒരു അച്ഛന് 5-6 പിള്ളേരുണ്ടെങ്കിൽ ആ പിള്ളേര് പറയുമോ അച്ഛൻ ഞങ്ങളിൽ സർവ്വവ്യാപിയാണ്. ഏഹ് ബാബ ബി കാത്തെ മേ രചയിതാഹും ഏഹ് മേരി രചന. ബാബയും പറയാണ് ഞാൻ രചയിതാവാണ്, ബാക്കിയെല്ലാം രചനയാണ്. രചനാമേ രചയിത വ്യാപക കൈസെ ഹോ സകേ. രചയിതാവ് രചനയിൽ എങ്ങനെ വ്യാപിച്ചിരിക്കും? इतनी सहज बातें है फिर भी समझते नहीं, इसलिए बाबा समझाते रहते हैं पहले नास्तिक से आस्तिक बनाओ, जो कहे तो बरोबर परमपिता परमात्मा हमारा बाप है उनसे वारसा लेना है. ഇതൊക്കെ എത്രയോ എളുപ്പമുള്ള കാര്യങ്ങളാണ്, എന്നിട്ടും ആളുകൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ആദ്യം ആളുകളെ ആസ്തികരിൽ നിന്നും നാസ്തികരാകും. പരംപിത പരമാത്മാവ് ഞങ്ങളുടെ അച്ഛനാണ്, ആ അച്ഛനിൽ നിന്നും സമ്പത്ത് എടുക്കണം. ഇത് ആളുകൾ ആദ്യം മനസ്സിലാക്കണം. കന്യാദാൻ में जो पैसे देते उसको भी वारसा कहेंगे. കന്യകള് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ സ്ത്രീധനം കൊടുക്കാറുണ്ട്, അതിനെയും സ്വത്ത് പിതൃസ്വത്ത് എന്ന് പറയും. സുഖ കാ വർഷ കോൻ ദേത്തെ ദുഃഖ കാ വർഷ കോൻ ദേത്തെ യഹ് നഹീ ജാനത്തെ. എന്നാൽ സുഖത്തിന്റെ സ്വത്ത് ആരാണ് നൽകുന്നത്, ദുഃഖത്തിന്റെ സ്വത്ത് ആരാണ് നൽകുന്നത് ആരും അറിയുന്നില്ല.
ഭാരതവാസി സ്വർഗക്കോ ഹി ഭൂൽ ഗയേ. ഭാരതവാസികൾ സ്വർഗത്തെ തന്നെ മറന്നു. നാമവി ലേത്തെ കാത്തെ ഫലാന സ്വർഗമേ ഗയ പരന്തു സമച്ചിത്തിനെ. പേര് പറയുന്നുണ്ട്, ഇയാൾ സ്വർഗത്തിൽ പോയി എന്നൊക്കെ പറയും, പക്ഷെ സ്വർഗം എന്താന്ന് അറിയുന്നില്ല. ബാബ കാത്തെ ബിൽക്കുൽ തുച്ഛബുദ്ധി. ബാബ എന്താ വിളിക്കുന്നത്? തികഞ്ഞ തുച്ഛബുദ്ധികൾ എന്നാണ് ബാബ പറയുന്നത്. ഗാത്തെ ഹേ പതിത് പാവൻ ആവോ പരന്തു അപ്നേക്കോ പതിത് സമുച്ചിതത്തോടെ ഹി. പതിത പാവന വരുമെന്ന് വിളിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ പതിതനാണ് അതായത് സമ്മതിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ബാബ കാത്തെ പകലെ അൽപ സമുച്ചാം. ഈ ബാബയെ മനസ്സിലാക്കി കൊടുക്കാതെ ബാബ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് പോപ്പ് നാസ്തികനാണ്. വേദം പഠിച്ചിട്ടും ഗീത പഠിച്ചിട്ടും അമ്പലത്തിൽ പോയിട്ടും ആരും ആസ്തികരൊന്നും ആവില്ല, അല്ലെ? ബാബയെ മനസ്സിലാക്കാത്ത എല്ലാവരും ശരിക്കും പറഞ്ഞാൽ എന്താണ്? ആസ്തി, ഒരു ആസ്തിയും ഇല്ലാത്തവരാണ്. ഈ ആദിമധ്യാന്തത്തിന്റെ അറിവ് വൃക്ഷത്തെ കുറിച്ചോ ഒന്നും ആർക്കും അറിയില്ലായിരുന്നു. ഒന്നും ആർക്കും അറിവില്ല എന്ന് നമുക്ക് മനസ്സിലായപ്പോഴാണ്, അറിവ് നൽകിയപ്പോഴാണ്. പരംപിത പരമാത്മാസെ തുമാരാ ക്യാ സംബന്ധി. ബാബ പറയണു, ആളുകളോട് ചോദിക്കുക, പരംപിത പരമാത്മാവുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ബന്ധം? ജബ് കഹേ ഹം നഹീം ജാനത്തെ ബോലോ ബാപ്പോ നഹീം ജാനത്തെ ഹോ. അപ്പൊ അവര് പറയാൻ ഞങ്ങൾക്ക് അറിയില്ല. ചോദിക്കണം, അപ്പൊ അച്ഛനറിയില്ല. ലൗകിക പാപത്തോ ശരീർ കാ രചയിതാ ഹുവ പരംപിത പരമാത്മാത്തോ ആത്മാവം കാ ബാപ ഹി. ലൗകിക അച്ഛൻ ശരീരത്തിന്റെ രചയിതാവാണ്. പരമപിത പരമാത്മാവ് ആത്മാക്കളുടെ രചയിതാവാണോ? അല്ല, ആത്മാക്കളുടെ അച്ഛനാണ്. तो क्या तुम बाप को नहीं जानते हो? അപ്പോൾ നിങ്ങൾ ആ അച്ഛനെ അറിയുന്നില്ല. ഇത്തനി സഹജ ബാത് ഹെ. ഇതത്ര സഹജമായ കാര്യമാണ്. പരന്തു ബച്ചോം കി ബുദ്ധി മേ നഹീം ബൈഠ. പക്ഷെ ബാബയുടെ കുട്ടികളുടെ ബുദ്ധിയിൽ ഇതങ്ങ് ഇരിക്കുന്നില്ല, അങ്ങ് ഉറച്ചിരിക്കുന്നില്ല, ധാരണ ചെയ്യാൻ പറ്റും. അതായത് ആത്മാക്കളുടെ അച്ഛനാണ് പരമാത്മാവ്. ദേഹത്തിന്റെ അച്ഛനുണ്ട്, ആത്മാവിനും അച്ഛനുണ്ട്. പക്ഷെ ആത്മാവിന്റെ അച്ഛൻ ആത്മാവിനെ രചിച്ചിട്ടില്ല, എന്നാൽ ബ്രഹ്മാവിലൂടെ രചിച്ചെടുക്കുകയും ചെയ്യും. അല്പാവസാനം വരെയുള്ള ആത്മാക്കളൊക്കെ രചിക്കും. രചിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തുവിനെ ഈശ്വരൻ രചിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തുവിന്റെ ആത്മാവിനെ ഈശ്വരൻ രചിച്ചു. ക്രിസ്തുവിനെ ക്രിസ്തുവാക്കി എടുത്തു. ക്രിസ്തു പതിതമായി കിടക്കാണ്, ക്രിസ്തു അല്ലാതെ കിടക്കാണ്. നമ്മളെല്ലാം താന്നു കിടക്കാണ്, നമ്മൾ ദേവതകളല്ല. നമ്മൾ താണുപോയി നമ്മളെ ആ ദേവതയാക്കി മാറ്റി. അപ്പൊ രചിച്ചു, അല്ലെ? ക്രിസ്തുവിനെ രചിച്ചു, ബ്രഹ്മാവിനെ നാരായണക്ക് രചിച്ചു, അറിവ് കൊടുത്തു. പക്ഷെ ആ ആത്മാവിനെ രചിച്ചോ? അവർ അതില്ല, അതാണ് അത്. ബാബ പറയാണ്, കുട്ടികളെ നിങ്ങൾക്ക് ഒരു ബുദ്ധിയില്ല. നഹീന്തോ സർവീസ് കർണയിലൊക്കെ പഠി, അല്ലെങ്കിൽ പോയി സേവ ചെയ്തോട്ടെ. പരംപിത പരമാത്മാസെ ക്യാ സംബന്ധി. ബാബയ്ക്കാണ് പരമാത്മാവുമായി എന്താണ് ബന്ധം? പ്രജാപിത ബ്രഹ്മാസെ ക്യാ സംബന്ധി. ബ്രഹ്മാവുമായിട്ട് എന്താണ് ബന്ധം? വഹ്ഹെ പരംപിത യഹ്ഹെ പ്രജാപിത. അത് പരംപിത, ഇത് പ്രജാപിത. പ്രജാപിത തോ ജരൂർ ഫിർ യഹാ ഹോഗാന. പ്രജാപിത പ്രജകളുടെ അടുത്തല്ലേ വേണ്ടത്, ഇവിടെയല്ലേ ഉണ്ടാവേണ്ടത്. പ്രജാപിത ബ്രഹ്മാക്ക നാം സുനാഹി. ആളുകളോട് ചോദിക്കണം, എന്ത് ചോദിക്കണം? ബ്രഹ്മാവ് എന്നുള്ളൊരു പേര് കേട്ടിട്ടുണ്ട്, ഇപ്പോഴത്തെ പിള്ളേരെ പോലെ കേട്ടിട്ടുണ്ട്, ഒന്നും കേട്ടിട്ടുണ്ടാവും. ഏത് ബ്രഹ്മാവ്? ഇപ്പോഴത്തെ പിള്ളേരോട് എന്തെങ്കിലും ചോദിക്കുക, അയ്യോ ചേട്ടൻ എന്താ? ഞാൻ നാല് 3-4 പിള്ളേരൊക്കെ ഉണ്ട്. ഒരു വീട്ടിലൊരു കാര്യം അന്വേഷിക്കാൻ പോയി, പിള്ളേര് കളിച്ചോണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, ഗീത വായിച്ചിട്ടുണ്ടോ മക്കളെ? കളിയാക്കി ചിരിക്കുന്നു. ഗീതയെ അവൻ വെറുതെ ഇങ്ങനെ തമാശിക്കാൻ പറഞ്ഞു. അവര് ചിരിച്ചവര് നമ്മുടെ കൂട്ടുകാരെ. അപ്പൊ അതൊക്കെ ചോദിച്ചു, ഏത് ബ്രഹ്മാവ്? അവർക്ക് ബ്രഹ്മാവിനെ അറിഞ്ഞൂടെ, വിഷ്ണുവിനെ അറിഞ്ഞൂടെ, ഒന്ന് പറഞ്ഞു. നിരാകാർ പരമാത്മാനെ സൃഷ്ടി കൈസെ രചി. നിരാകാരനായ പരമാത്മാവ് എങ്ങനെ സൃഷ്ടി രചിച്ചു? പ്രജാപിതാ ഹെ സാഗാർ ഉൻകെ ബച്ചെ ബീക്കെ ബി ജരൂർ. അപ്പോൾ ബ്രഹ്മാവ് സാകാരത്തിലാണ്, തീർച്ചയായിട്ടും ബ്രഹ്മാവിന്റെ കുട്ടികളുടെ ബീക്കകളുണ്ട്. ബച്ചെ ഹി വർഷയൊക്കെ ലായ്ക്ക് ബനെ. മക്കളാണ് അച്ഛന്റെ സ്വത്തിന് അവകാശികൾ, യോഗ്യര്. പരന്തു അച്ഛേ ബച്ചേ ബി യുക്തിസേ സമച്ചാത്തനെ. പക്ഷെ നല്ല ബാബയുടെ കുട്ടികൾ പോലും യുക്തിയോടുകൂടി പറഞ്ഞു കൊടുക്കും. യുക്തിയോടുകൂടി അങ്ങനെ ഓടിച്ച് വളച്ച് പരവത്തിൽ അങ്ങ് പറഞ്ഞു കൊടുക്കും. അത് ഇങ്ങനെ അങ്ങ് പറഞ്ഞു, തിരിച്ചു ചോദ്യങ്ങൾ ഇങ്ങോട്ട് പറയാം. നയി ബാത്തേം ബാബ സമച്ചാത്തേ ഹി ഫിർ ഭി ബച്ചേ അപ്നെ ഹി പുരാനി ചാൽ ചലത്തെ രഹത്തെ. ബാബ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ടെങ്കിലും കുട്ടികൾ പഴയ ശീലങ്ങൾ അനുസരിച്ച് നടക്കുന്നുണ്ട്. നയി ധാരണ നഹീം കർ. ബാബ പറയുന്ന പുതിയ ധാരണകളൊന്നും വരുന്നില്ല. ദേഹാഭിമാനം പ്രധാനമായിട്ട് എന്താണ്? ദേഹാഹങ്കാരം. കഹത്തെ ഹെ ഹം സബ് കുച്ച് ജാനത്തെ പരന്തു പഹലി ബാത് എന്നാ ജാനനേക്ക് കാരൻ പാർഗതി. പറയുന്ന എന്താണ്? ഞങ്ങളെല്ലാം മനസ്സിലാക്കി, കുറച്ച് ജ്ഞാനമൊക്കെ കേട്ടു, 4 പേർക്ക് പറഞ്ഞു കൊടുത്തു. അതിൽ ഒരാൾ ക്ലാസ്സിലൊക്കെ വന്നാൽ പിന്നെ നമ്മൾ ജ്ഞാനം കൊടുത്തു, നമ്മൾ കാരണം അവർ വന്നു, നമ്മൾ സെന്റർ തുടങ്ങി, നമ്മളാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നത്. ബാബ പറയണു, അതോടുകൂടി പാർഗതി എന്നെ വിട്ടങ്ങ് പോയിച്ചു.
ആസ്തിക സെ നാസ്തിക ബൻ ജാതെ. ബാബ പറഞ്ഞു അവര് വീണ്ടും നാസ്തികരായി മാറും. ഈശ്വരീയ ഗോതമേം ആക്കർ ഫിർ മർ ജാതെ. ഈശ്വരന്റെ മടിയിൽ കുട്ടിയായിട്ട് ജനിച്ചിട്ട് വീണ്ടും മരിച്ചു പോകാം. ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ച് അല്ലെ കുന്താനം കുറച്ചങ്ങ് ആയി കഴിയുമ്പോഴേ ഞാൻ ബ്രഹ്മാവിനേക്കാളും മുകളിലാന്നൊക്കെ ഒരു ധാരണ. എന്തറിയാം. അപ്പൊ ബാബ പറയാണ് അവര് പിന്നെ എന്നെ വിട്ടുപോകും. എന്റെ മടിയിൽ ജനിച്ചു, പക്ഷെ എന്ത് ചെയ്യാൻ, ഇത് ഈ യജ്ഞം കൊണ്ടുപോകാൻ വലിയ പാടാണ്. 10 പേര് വന്നാൽ 20 പോയിട്ടുണ്ടാവും. ബാബ മമ്മ കാത്തേ ബി ഫിർ ദേഖോ മർത്തെ കൈസേ. ബാബ മമ്മ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ബാബ പറഞ്ഞു എങ്ങനെയാ മരിക്കുന്നത് കാണണം. ഗോലി ലഗി മായാക്കി അഥവാ ദേഹാഭിമാനിക്ക് അവർ യഹ്മാന. ദേഹാഭിമാനത്തിന്റെ വെടിയേറ്റു. ബാബ പറഞ്ഞു ആള് മരിച്ചു. യഹ് ജ്ഞാനിക്ക് ഗോലി വഹ് മായാക്കി. ഇത് ജ്ഞാനത്തിന്റെ വെടിയുണ്ട, അത് മായയുടെ വെടിയുണ്ട്. മായ ഐസി ഗോലി ലഗാ ദേത്തി ജോ ആനാഹി ഢോട് ദേ. ബാബ പറഞ്ഞു മായ അങ്ങനെയുള്ള വെടിയാണ് വെക്കുന്നത്, പിന്നെ വരുന്നത് പോലും ഇല്ല. ഇന്നത്തെ വാണിയിലെ മെയിൻ പോയിന്റ് എന്താ? നല്ല സന്തോഷം ഉണ്ടായി, പ്രതീഷ് ഭായി ഉണ്ടായി അല്ലെ, പിന്നെ ആരോഗ്യം ഉണ്ട്. ഇന്നലെ ബാബ പറഞ്ഞു ഒരു ദിവസം പോലും പൊരുൾ മുടങ്ങും. ഇന്ന് അവരെ കണ്ടുപിടി. അതാണ് ഈ അടുത്ത ദിവസം പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞാൽ മറന്നു. ബാക്കി ദിവസവും പറയാൻ പറ്റും. ഒരു ദിവസം പോലും പൊരുൾ മുടങ്ങും. അപ്പൊ ഇന്നലെ ഒരു ബേയം, ഒരു 8 ദിവസം പോലും പൊരുൾ നിങ്ങൾ മുടക്കരുത്. അങ്ങ് പോയി. ബാബ പറയാണ് കുട്ടികളെ പിന്നെ വരുന്നതും ഇല്ല. തും പാണ്ഡവോങ്കി യുദ്ധ മായാസേഹി. നിങ്ങൾ പാണ്ഡവരുടെ യുദ്ധം മായയുമായിട്ടാണ്. ബാബ സമച്ചാത്തേഹി മുജെ ജ്ഞാനസാഗർ കാത്തേ. ബാബ മനസ്സിലാക്കി തരികയാണ് എന്നെ ജ്ഞാനസാഗര എന്ന് വിളിക്കാറുണ്ട്. ജ്ഞാനസാഗർ സെ ജ്ഞാനഗംഗായെ നികലീഹെ ക്യാ പാനി. ജ്ഞാനസാഗരത്തിൽ നിന്നും ജ്ഞാനഗംഗകളാണോ വന്നത് അതോ വെള്ളത്തിന്റെ ഗംഗകളാണ്? വഹ ഗംഗാ കാ ചിത്ര ഭി ദേവി കാ ദിഖാത്തേ ഹെ ഫിർ ഭി ബുദ്ധി മേ നഹി മാതാ യഹ് പൻ. ആ ഗംഗയുടെ ആ തീരത്തും ബാബ പറഞ്ഞു ദേവിയുടെ പടമൊക്കെ വെച്ചിട്ടു, എന്നിട്ടും ആളുകളുടെ ബുദ്ധിയിൽ വരുന്നില്ല. ഇത് ആരാണ്? ദേവി ദേവതാത്തോ കിസ്കോ അമൃത പിലാന സതി. ദേവി ദേവതകള് ആർക്കും ഈ അമൃതം കുടിപ്പിക്കുന്നില്ല. യജ്ഞ ഹമേശ ബ്രാഹ്മണം ദ്വാര രജാജ. യജ്ഞം ദേവതകളിലൂടെയല്ല രചിക്കുന്നത്, ദേവിമാരിലൂടെയല്ല ബ്രാഹ്മണരിലൂടെ. യജ്ഞമേ ഫിർ ലഡായിക്ക് ബാത് കഹാം സെ. ഈ യജ്ഞത്തിൽ യുദ്ധത്തിന്റെ കാര്യം എവിടെ? ഏത് ബാധ്യം സെൻസിബിൾ ബച്ചേക്ക് സംബന്ധിച്ചത്. എന്താണ് ഈ ബാബി പറയുന്നത് എന്നുള്ളത് വിവേകമുള്ള കുട്ടികൾക്ക് ബോധ്യമാകും. ബുദ്ധുത്വ ഭൂൽ ജാത്തെ. ആരതൊക്കെ മറന്നു പോകുന്നത്? വന്ന ബുദ്ധികൾ മറന്നു. സ്കൂൾ മേമ്പി നമ്പർ വാർ തക്തിർവാൻ ഹോ. ബാബ പറയുന്നത് അങ്ങനെയാണ്. ഒരു സ്കൂളിലാണെങ്കിലും എല്ലാവരും ഒരുപോലെ പഠിക്കുന്നവരായിരിക്കും. ബൽ സ്കൂൾ മേം 12 മാസ് പഠേ രഹേ പരന്തു പഠായി പർ ധ്യാൻ നഹി ദേത്തെ തോ പഠന ഹി സബ്. ഇനി ബാബ പറഞ്ഞു 12 മാസം സ്കൂളിൽ പോയാലും പഠിത്തത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ബാബ പറഞ്ഞു അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ബാബ തോ ആത്മാവും കോ പഠാത്തെ. ഇവിടെ ബാബ ആത്മാക്കളെയാണ് പഠിപ്പിക്കുന്നത്. വഹത്വം മനുഷ്യവും കോ പഠാത്തെ. അവര് മനുഷ്യരെ പഠിപ്പിക്കും. ബാബ കാത്തേഹി ആത്മാ സുനത്തെ ഹോ. ബാബ ചോദിക്കാണ് ആത്മാവ് നീ കേൾക്കുന്നുണ്ടോ? അവർ കൊയ് ആത്മാസെ ബാത്ത് നഹീം കർ. ആത്മാവിനോട് ആരും സംസാരിക്കാറില്ല. പിന്നെ അന്നത്തെ വാണിയിൽ ബാബ മുഴുവൻ പറഞ്ഞ എന്താണ്? ആത്മാവിനെ നോക്കി സംസാരിക്കണം, ആത്മ സഹോദരനോട് ഞാൻ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ആത്മാവിൽ അമ്പലക്കും. ബാബ കാത്തെ ലക്കി സിത്താരവും സമച്ചിത്തേഹോ. ബാബ ചോദിക്കുകയാണ് ഭാഗ്യ നക്ഷത്രങ്ങളെ മനസ്സിലാക്കുന്നുണ്ടോ? തുംകോ പഠാത്താഹു. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാണ്. ആത്മാഹി കർത്തി അവർ കരാത്തി. ആത്മാവാണ് എല്ലാം ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും. കരൻ കരാവൻഹാർ ആത്മാബീഹിത്വ പരമാത്മാബീഹി. കരൻ കരാവൻഹാർ ആത്മാവുമാണ് പരമാത്മാവും അല്ലെ. ഒരു പണിക്കാരുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർ പരമാത്മാവും ചെയ്യിപ്പിക്കാറുണ്ട്. ജൈസെ ആത്മാസെ കരാത്തേഹി വൈസെ പരമാത്മാ ബാബ് ആത്മാവംസെ കരാത്തേ. ആത്മാക്കൾ ആത്മാക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പോലെ പരമാത്മാവും ആത്മാക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ പരമാത്മാവ് നമ്മളോട് ഏറ്റവും വലിയ ഇതാണ് കരൻ കരാവൻഹാർ കരാര. ചെയ്യിപ്പിക്കുന്ന ആള് ചെയ്യിപ്പിക്കും. അപ്പൊ ചിലര് എന്താ പറയും, തെറ്റ് ചെയ്തിട്ടും പറയും അത് ബാബ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു, അത് ബാബ ചെയ്യിപ്പിച്ചാണ്. ബാബ ലോകത്തെ ഉയർത്താനുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അത് നമ്മളെ കൊണ്ട് ബാബയാണ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് ബാബ മുരളി കൂടി ഇൻസ്ട്രക്ഷൻ നൽകുമ്പോൾ നമ്മൾ ചെയ്യും. അപ്പൊ ചെയ്യണം എന്ന് ബാബ പറയും, ബാബ ചെയ്യത്തില്ല, നമ്മൾ അത് ചെയ്യണം. അപ്പൊ ആരെ നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്? ബാബയാണ് ചെയ്യിപ്പിച്ചത് അല്ലെ. നിങ്ങൾ സേവനത്തിന് ഇറങ്ങണം. അപ്പൊ ബാബ പറഞ്ഞു, നമ്മൾ ചെയ്തു. അപ്പൊ ചെയ്യിപ്പിച്ചത് ബാബ, ചെയ്തത് നമ്മൾ. നിങ്ങൾ അവർക്ക് വേണുഭായി പറയാണ് അവർക്ക് 2 എണ്ണം കൊടുക്കണം. അതാരാ ചെയ്യിപ്പിച്ചത്? അപ്പൊ ഞാൻ പറയാണ് ബാബ എന്ന് പറഞ്ഞാലും അല്ല, ബാബയാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞാലും ഇല്ല. ബാബ പറഞ്ഞു ഞാൻ ലോകത്ത് ഉയർത്താനുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഭക്തിമാർഗത്തിൽ എന്ത് പറ്റി? എല്ലാം ഭഗവാൻ ചെയ്യിപ്പിക്കാം. അവർ ഞാൻ അങ്ങനെ എല്ലാം ഒന്നും ചെയ്യിപ്പിക്കത്തില്ല. ജ്ഞാനത്തിൽ നമ്മൾ പറയും ബാബ ചെയ്യിപ്പിച്ചത്, അവർ ഞാൻ ചെയ്യിപ്പിക്കത്തില്ല.
ബാബ കഹത്തെ मैं तुम ആത്മാവം से अच्छा काम कराता. ബാബ പറയാണ് ഞാൻ ആത്മാക്കളെ കൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്യിപ്പിക്കാം. സബിക്കോ ബാബ കാ പരിചയദന, എല്ലാവർക്കും ബാബയുടെ പരിചയം കൊടുക്കും. അപ്പോൾ ബാബ എന്ത് ചെയ്യിപ്പിക്കുന്നു അത് നമ്മൾ ചെയ്യുമ്പോൾ കല്യാണകാരിയാണ്. ഞാനൊരു തെറ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്നത് കല്യാണകാരി എന്ന് പറഞ്ഞാലോ, എല്ലാം കല്യാണകാരിയാണ്. അവർ അത് ഞാൻ ചെയ്യിപ്പിച്ചതല്ലല്ലോ. ഡ്രാമയിൽ ഞാൻ ചെയ്യിപ്പിച്ചത് കല്യാണകാരി. ഡ്രാമയിൽ നീ നിന്റെ ബുദ്ധി അനുസരിച്ച് ചെയ്തത് അമംഗളകാരിയാണ്. പകലെ പകലെ ഏത് പ്രശ്നാവലി ഉണ്ടാവും. ആദ്യം ബാബു പറഞ്ഞ ആ പ്രശ്നാവലി, നമുക്ക് പണ്ടൊരു പ്രശ്നാവലി ഉണ്ടായി. വഹുഹെ പാരലൗകിക് പരംപിത പരമാത്മാ, വഹുഹെ ലൗകിക് പിത. ഒന്ന് പാരലൗകിക് പരംപിത പരമാത്മാ, പിന്നെ ലൗകിക പിതാവ്. ആത്മാ അവർ ശരീർ അലഗ് ഹേന, ആത്മാവും ദേഹവും ദേഹിയും രണ്ടും രണ്ടാണ്. എന്നും രണ്ടായിരുന്നു, എന്നും രണ്ടായിരുന്നു. ശരീർ കാ പിത ലൗകിക് ഭാവ്, ആത്മാവം കാ പിത പരംപിത പരമാത്മാ. ദേഹത്തിന്റെ പിതാവ് ലൗകിക പിതാവ്, ആത്മാവിന്റെ പിതാവ് പരമപിതാവ് പരമാത്മാവ്. വഹുഹെ ബഡാ ബാബ, അതാണ് വലിയ അച്ഛൻ. സബ് ഭക്ത ഉൻകോ ഹി യാദ് കർത്തെ, എല്ലാ ഭക്തരും ഓർമ്മിക്കുന്നത് ആ ആളെ. സർവ്വ കാ പതിത പാവൻ വഹി, എല്ലാവരുടെ പതിത പാവനും പരമാത്മാവാണ്. ആദിക്കൽ തോ അനേക ഗുരു ഹെ ജോ ജഗദ്ഗുരു നാം രഹത്തെ, ജഗദംബായം ബി ബഹുതനെ. ഇക്കാലത്താണെങ്കിൽ ധാരാളം ഗുരുക്കന്മാരുണ്ട്. അവരെല്ലാം ഇപ്പൊ ഒരു പേര് വെച്ചിട്ടുണ്ട്, ജഗദ്ഗുരു. അല്ല, നമ്മളെല്ലാവരും ഒരു ഭാഗവതം വായിക്കുകയാണെങ്കിൽ അറിയുന്ന ഭാഗവത ആചാര്യൻ, പിന്നെ ബ്രഹ്മശ്രീ. ഇവർക്ക് ബ്രഹ്മത്തെ കുറിച്ച് ഒരു പിടി, പക്ഷെ ബ്രഹ്മശ്രീ. പിന്നെ ഏതെങ്കിലും ഒരു ലോക്കലായിട്ട് 10 പേരുണ്ടെങ്കിൽ അത് ജഗത് മാതാവ്, പിന്നെ ജഗദ്ഗുരു. അവർ എല്ലാവരെയും പേര് വെച്ചുകൊണ്ട് നടക്കാം. ജഗദംബായും ബി ബഹുദിനയിൽ, കണ്ടമാനം ജഗദംബകളുമായി. ഏക ഹേ സബ് ഛൂട്ട്, ഇതൊക്കെ ബാബ പറയുന്നത് തട്ടിപ്പാണ്, അസത്യമാണ്. ഛൂട്ടുമേ സച്ചിക്ക പദ മുഷ്കിൽ പഠിത്താൽ, ബാബ പറയണം അസത്യത്തിൽ സത്യം അറിയാൻ പറ്റില്ല. ബഡേ ബഡേ നാം രഘു ബഡേ, എല്ലാവരും ഇപ്പോൾ വലിയ വലിയ പേരാണ് വെച്ചിട്ട്, അല്ല ജഗത് ഗുരുക്കന്മാരെന്നൊക്കെ പേര് വെച്ചിട്ട്. പരന്തു സച്ചിത്തോ ചിപ്പിനെ അവർ സത്യം എങ്ങനെ ഒളിഞ്ഞിരിക്കും. കഹത്തെ സച്ചിത്തോ ബിഡോ നച്ച്, ഡാൻസ് കർത്തെ രഹോ, ഡാൻസ് തോ മഷൂർ ഹെ. സത്യം ഡാൻസ് കളിക്കുന്ന പറഞ്ഞു. ബാബ പറഞ്ഞു ഡാൻസ് ചെയ്യണം. ആ ഡാൻസ് വളരെ പ്രശസ്തമാണ്. അതേത് ഡാൻസാണ്? എന്തൊരു ഡാൻസ്? അത് ഡാൻസ് ചൊടലയിലെ ഡാൻസ്, നടരാജ ദിഗംബര നൃത്തം. ദിഗംബരമാക്കിയിട്ടേ ദൈവം ഡാൻസ് കളിക്കും. വിനാശത്തിൽ ദൈവം കരയും, വിനാശത്തിൽ ദൈവം ഡാൻസ് കളിക്കും. അവ പറഞ്ഞു നിങ്ങൾ ഇപ്പോഴും ഡാൻസ് കളിച്ചു. അസത്യമാണ് നശിക്കുന്നത്, സത്യം ജയിക്കും. അപ്പൊ ഡാൻസ് കളിക്കണം. ഡാൻസ് തും മഷൂർ ഹെ, ഡാൻസ് വളരെ പ്രശസ്തമാണ്. തും ആസ്തിക് ബൻ ഗയെ ധാരണാക്കിത്തോ സ്വർഗമേം തും ഡാൻസ് കർണാഹി. നമ്മൾ ആസ്തികരായി മാറി. ബാബ പറഞ്ഞു നമ്മൾ സ്വർഗത്തിൽ ഡാൻസ് കളിക്കും. ദേവതായെ ഹി ഡാൻസ് കരകി, ദേവതകളെ ഡാൻസ് കളിക്കും. പതിത് ദുനിയാഹി നരക്, തോ നരകോ സ്വർഗതവ പാവൻ ദുനിയ യഹ് ഗുരു സാധു ലോക് ദോടേഹി ബനായി. ഈ പതിത ലോകം നരകമാണ്. ബാബ പറഞ്ഞു നരകത്തെ സ്വർഗമാക്കണം. പാവന ലോകം ഉണ്ടായിരുന്നു. ബാബ പറയാണ് ഈ ഗുരുക്കന്മാർക്കും സാധുക്കൾക്കൊന്നും ലോകത്തെ പാവനമാക്കാനും സ്വർഗമാക്കാനൊന്നും പറ്റില്ല. ഇസ്കോ കഹാ ജാത്ത കുംഭി പാക്ക് നരകം. ഈ ലോകത്തെ എന്താ പറയുന്നത്? കുംഭി പാക്ക് നരകം. പല പല നരകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് കുംഭി പാക്ക്, രൗരവ് നരകം, ഇത് കുംഭിപ്പാക്ക് നരകമാണ്. സ്വർഗക്കോ കഹാ ജാത്ത ശിവാലയം, സ്വർഗത്തെ വിളിക്കുന്ന എന്താണ്? ശിവാലയം. പഹലേത്തോ യഹ് ലിഖവാ ലോത്തോ പരംപിത പരമാത്മാ ഹമാര ബാപ് ഹെ, ഉൻസെ പ്രജാപിത ബ്രഹ്മ ദ്വാരാ ഹി ബ്രാഹ്മണോം കി രചന രചി. ആദ്യം ആളുകളെ കൊണ്ട് എഴുതിപ്പിക്കണം പരംപിത പരമാത്മാവ് നമ്മുടെ അച്ഛനാണ്, ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണരെ രചിക്കുന്നു. ഹം ശിവബാബയ്ക്ക് പോത്രയിടകൻ, അപ്പൊ ഞങ്ങൾ ശിവബാബയുടെ പേരക്കുട്ടികളാണ്. വർഷാബി വഹീദെങ്കിൽ സമ്പത്ത് നൽകുന്നത് മുത്തച്ഛനാണ്. ജ്ഞാനസാഗർ ബി വഹി, ജ്ഞാനസാഗരൻ ബ്രഹ്മാവല്ല, ശിവനാണ്. അവിനാശി ജ്ഞാനരത്ന ബ്രഹ്മ ദ്വാരാ ദേത്തെ, പക്ഷെ ബാബ ബ്രഹ്മാവിലൂടെയാണ് ഈ അവിനാശി ജ്ഞാനരത്നങ്ങൾ നൽകുന്നത്. പകലെ ബ്രഹ്മാക്കോ മിൽത്തേ ഹി ഫിർ മുഖവംശാവലിക്കോ മിൽത്തേ, ആദ്യം ബ്രഹ്മാവുമായിട്ട് ചേരാണ് ശിവൻ, പിന്നെ മുഖവംശാവലികളായ കുട്ടികളുമായിട്ട് ചേരാണ്. സ്കൂൾ में भी कोई पीछे आने वाले भी ठीक के निकल जाते हैं क्योंकि पढ़ाई अच्छी करते. സ്കൂളിലാണെങ്കിലും ബാബ പറയണം വൈകി വരുന്ന കുട്ടികൾ ചിലപ്പോൾ വേഗം പോയി തിരിക്കും, അല്ലെങ്കിൽ പഠിത്തത്തിൽ ശ്രദ്ധിക്കുക. യഹാം ബി അച്ഛ രീതി പഠന അവർ പഠാന, ഇവിടെയും നല്ല രീതിയിൽ നമ്മൾ പഠിക്കണം, പഠിപ്പിക്കണം. जो आपस में न बनावे तो जरूर उनमें कुछ न कुछ कामियां है इसलिए ധാരണ नहीं होती. തനിക്ക് സമാനം മറ്റുള്ളവരെ ആക്കാത്തവരിൽ എന്തോ കുറവുകളുണ്ട്, അവർ എന്തോ കുറവുകൾ അവരിലുണ്ട്. അതുകൊണ്ടാണ് ബാബി പറഞ്ഞത് മനസ്സിലാകാത്തത്. കാമവികാർ കാ അഗർ സെമി നശാ ഭി ഹോഗാ തോ ധാരണ മുഷ്കിൽ ഹോ,
കാമവികാരത്തിന്റെ ചെറിയ ലഹരിയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ജ്ഞാനം തലയിൽ വരില്ല. ലിഖത്തേഹെ ബാബ കാമക്കാ തൂഫാൻ ബഹുത്ത് തങ്കക്കാർ. കുട്ടികൾ എഴുതുന്നുണ്ട്, ബാബ മായയുടെ കൊടുങ്കാറ്റ്, കാമത്തിന്റെ കൊടുങ്കാറ്റ് ഭയങ്കരമായിട്ട് വീശുന്നു. ബേത്താല ബനാദേത്തെ നശിപ്പിച്ചു കളയാണ്. ബാബ കത്തെ ബച്ചെ കാം മഹാശത്രുഹെ ഉൻകോ യോഗബൽ സെ ജീത്. ബാബ പറയാണ്, കുട്ടികളെ കാമം മഹാശത്രുവാണ്, യോഗബലത്തിലൂടെ ജയിക്കണം. കൽപ്പ പഹലേബി തുമ്നെ ജീത്ത. ഒരു പുതിയ കാര്യമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കഴിഞ്ഞ കൽപ്പത്തിലും ജയിച്ചതാണ്. ബാബയ്ക്ക് ഗത്തിബർ പൈഡേഹോ ഉൻകെ പീച്ച് റോയൽ ഖരാന ബിഹി. നമ്മളിപ്പോൾ ബാബയുടെ ഗതിയിലാണ് ഇരിക്കുന്നത്. അതിന് പിറകെ, അതായത് വരാൻ പോകുന്നത് രാജകീയ കുടുംബമാണ്. സിർഫ് ഏക ജന്മ പവിത്ര ബനനേസെ ഇത്തന ഊഞ്ച് ബഞ്ചായി. ഒരു ജന്മം ഒന്ന് പവിത്രമായി ജീവിച്ചാൽ പറഞ്ഞു വളരെ ഉയർന്ന പദവിയില്ലേ. പവിത്ര എന്ന രഹനേസെ ബഹുത്ത് ഘട്ട് പഠിച്ചായി. എന്നാൽ പവിത്രമാകാതിരിക്കുകയാണെങ്കിൽ, നമ്മൾ പവിത്രമാക്കുന്നത്, നമ്മൾ പവിത്രമായി ജീവിക്കുന്നത് കരാവൻഹർ ബാബ. നമ്മൾ അപവിത്രമായി പ്രവർത്തിക്കുകയാണെങ്കിൽ കരാവൻഹർ ബാബയല്ല, ഡ്രാമയാണ് അല്ല. പവിത്രമായില്ലെങ്കിൽ വലിയ നഷ്ടം, പവിത്രമായാൽ എത്ര നേട്ടം. മൗത്ത് സാമനെ ഇതൊക്കെ വീട്ടിവെക്കാൻ പറ്റൂ? ഇല്ല, മരണം മുമ്പിൽ നിൽക്കാം. ആക്സിഡന്റ് ആദ്യം കിത്തനെ ഹോത്തി രഹത്തി. എത്ര അപകടങ്ങളും സംഭവിക്കുന്നത്, നമുക്ക് അപകടം വരില്ല എന്നുള്ള ഉറപ്പിട്ടുണ്ട്. രജോ പ്രധാനത്തെ സമയത്തിന് മൗത്തിന് ഹോത്ത. രജോ പ്രധാനത്തിന്റെ കാലത്തിൽ, ദ്വാപരത്തിൽ ഇത്രയും മരണങ്ങളൊന്നും ഇല്ലായിരുന്നു. അബദ്ധോ പാമ്പ്. ഇപ്പോഴാണെങ്കിലോ മായയുടെ സയൻസിന്റെ ജാടയാണ്. ആകെ ഇത്തനെ മെഷീനെ മാതി നഹീദ്. പണ്ട് ഇത്തരം മെഷീനൊക്കെ ഉണ്ടായിരുന്നു. ആകെ ലഡായി പോയി സ്റ്റീമർ അഥവാ എയറോപ്ലെയിൻസ് തോടേക്ക് ഹോത്തി. പണ്ട് കപ്പലും വിമാനം ഉപയോഗിച്ചിരുന്നില്ല, നാവികപ്പടയും അല്ല, ഇപ്പോഴല്ലേ നാവികസേനയും വിമാനസേനയൊക്കെ ഉണ്ട്. ഏതോ സബ് അഭിനഗരം ഇതൊക്കെ ഇപ്പൊ വന്നതാണ്. യഹാം ധേ നഹി, ഇവിടെ ഇല്ലായിരുന്നു. പകലെ സത്യമേൻ ധേ ഒരു സംഗമർഹി ഹോനാച്ചായി. സത്യത്തിൽ വിമാനമൊക്കെ ഉണ്ടായി. അവർ ഞാൻ സംഗമത്തിന് വരുള്ളൂ, ഒരു വർഷമായുള്ളൂ വിമാനം കണ്ടു. അതിന് സത്യത്തിലേക്ക് പോകേണ്ട സമയമാണ്. ജോ സുഖ ഫിർ തുംകോ സ്വർഗമേ മിൽനാ. പറഞ്ഞു ഈ വിമാനത്തിന്റെ സുഖം നമുക്ക് സ്വർഗത്തിൽ കിട്ടും. ഇപ്പൊ നമ്മൾ ആരെങ്കിലും വിമാനത്തിൽ പോകണം, ഇപ്പൊ എല്ലാവരും വിമാനത്തിൽ പോകാം. പണ്ട് നമ്മൾ വിമാനത്തിൽ പോകാൻ കുറച്ച് പൈസയൊക്കെ വിമാനത്തിലൊക്കെ. ബാബ പറയണു വിമാനത്തിന്റെ സുഖം സ്വർഗത്തില് ചെയ്യും. എയറോപ്ലെയിൻ ജോ ബനാത്തെ വഹബി വഹാമുഖം. അവിടെയും വിമാനം ഉണ്ടാക്കുന്നവരെയൊക്കെ ഈ വിമാനത്തിന്റെ അറിവ് എവിടെ ഇരിക്കുന്നത്? ആൾക്കാർ പറയും ഇതൊക്കെ ഭയങ്കര സയൻസ്. അപ്പൊ ഈ സയൻസിന്റെ അറിവ് എവിടെ ഇരിക്കും? പറയുന്നതിരമായി പറയും സയൻസിന്റെ അറിവ് എവിടെ ഇരിക്കും? ആളുകൾ സയൻസ് വേറെ എന്തോ സാധനമാണ്, ആകാശത്ത് വന്നാണ്. സയൻസിന്റെ അറിവ് എവിടെ ഇരിക്കുന്നത്? ആത്മാവിലാണ്. അവരത് ആത്മാവിൽ എഴുതി വെച്ചിരിക്കുന്ന അറിവല്ലേ. അപ്പൊ ഇത് ആരെങ്കിലും കണ്ടുപിടിച്ചു പറ്റുകയാണ്? ആരും ഒന്നും കണ്ടുപിടിക്കുന്നില്ല, എല്ലാം ഡ്രാമയിലുള്ളത്. ബാബ പറയുന്നു ഈ അറിവുമായിട്ട് ആത്മാക്കൾ അവിടെയും വരും. പ്രജാമേമ്പി കൊയ്യനെ കൊയ്യ ആജായെങ്കിൽ അവരെ പ്രജകളിലായിരിക്കും. എന്നുവെച്ചാൽ വിമാനമൊക്കെ ഉണ്ടാക്കി തരുന്നവർ. ഇപ്പൊ രവിയുടെ പണി എന്ന് വെച്ചാൽ അവിടെ വിമാനം തുടയ്ക്കുക, അതൊക്കെയാണ് രവി. അപ്പൊ അതൊക്കെ വേണ്ടേ? ആ സംസ്കാരമുള്ളവരൊക്കെ വരും, തുടയ്ക്കാൻ പറ്റും അല്ലെ? അങ്ങനെയുള്ളവർ പിടിക്കുക ആളില്ല. ഇതൊക്കെ പറഞ്ഞാൽ ആ പുള്ളിയുടെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കാം. ബാബ പറയാണ് കുട്ടികൾ ഈ വിമാനം ഉണ്ടാക്കുന്നവരുന്ന രാജാക്കന്മാരല്ലേ. രാജാക്കന്മാര് വിമാനം ഉണ്ടാക്കാനും കെട്ടിടപ്പണിയാനൊക്കെ ഇല്ല, അതൊക്കെ ഇപ്പോൾ ചെയ്യാം. സംഗമേ തിരിച്ചു ചെയ്യും. സംസ്കാരിലെ ജായെങ്കിൽ ഇപ്പോൾ ആക്കർ ബനായെങ്കിൽ ഈ സംസ്കാരമായിട്ട് വൈജ്ഞാനികര് ഈ ജ്ഞാനത്തിനെ കുറച്ചെടുക്കുവര്. ബാബ പറയണു ആ സംസ്കാരമായിട്ട് അവരവിടെ വരും. ജ്ഞാനം എടുക്കാണ്ട് വരാൻ പറ്റില്ല. അഭി ബനാത്തേക്ക് വിനാശിക്കലി ഒരു സുഖത്തെ കാമ്യമായി. ഇപ്പൊ വിമാനം ഉണ്ടാക്കുന്നത് വിനാശത്തിനാണ്. ബാബ പറയണു പിന്നെ ഇത് സുഖത്തിനായി ഭവിക്കും. വഹം തോ ഫുൾ പ്രൂഫ് പോങ്കെ. അവിടുത്തെ വിമാനത്തിന് ഫുൾ പ്രൂഫ്, കുറ്റമറ്റതായിരിക്കും, യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. മായക്ക് പമ്പസെ വിനാശം പോകാം. ഈ മായയുടെ ജാടയാണ് വിനാശത്തിന് കാരണം. വിനാശത്തോ ജരൂർ ഹോനാഹിയന. വിനാശം നടന്നേ മതിയോ. അപ്പൊ ഇതൊക്കെ ഉണ്ടാവും അല്ലേ? സയൻസ് അതെ ഈ സാധനം എവിടെ ഉണ്ടോ, നിങ്ങൾ കൊണ്ട് ഉപയോഗിക്കണം. പാകിസ്ഥാൻ പറയേണ്ടത് നമ്മളൊരു വിമാനം കണ്ടുപിടിച്ചിട്ട് ഇന്ത്യക്കാരെ വിളിച്ച് പറയുകയാണ് ഞങ്ങളൊരു വിമാനം കണ്ടുപിടിച്ചു, യാത്ര ചെയ്യാൻ സുഖമുണ്ടല്ലോ, നിങ്ങളും കൂടി അതിൽ യാത്ര ചെയ്യും, ഇത് സന്തോഷം. ഞങ്ങളൊരു വിമാനം കണ്ടുപിടിച്ചിട്ടോ ഇതിലൂടെ ഒരു ബോംബ് വെച്ച് നിങ്ങളുടെ തലയിൽ ഇട്ടു. അതാണ് വിനാശം. ഇതപ്പോ അവരുടെ സയൻസിന്റെ കുഴപ്പമാണ് അല്ല, ആളുകളുടെ തമോ ബുദ്ധിയാണ് കുഴപ്പമുണ്ടാക്കിയത്. സയൻസ് ഒരു കുഴപ്പമുണ്ടാകും. ബാബ പറയാണ് ബ്രാഹ്മണരിലൂടെയാണ് യജ്ഞം രചിക്കുന്നത്. ഇസ്മേ സാരി പുരാനി ദുനിയ സ്വാഹ ഹോ ജായി. ഇതിൽ പഴയ ലോകം മുഴുവൻ സ്വാഹ ചെയ്യപ്പെടും. ബ്രാഹ്മണം ദ്വാരാഹി യജ്ഞരചത്തെ മിൽത്താബി ബ്രാഹ്മണം തേ. ബ്രാഹ്മണരിലൂടെയാണ് യജ്ഞം രചിക്കുന്നത്. ഈ നേട്ടങ്ങളെല്ലാം ലഭിക്കുന്നതും ബ്രാഹ്മണർക്ക് തന്നെയാണ്. ബ്രാഹ്മൺ വർണ്ണഹീസോ ദേവതാ വർണ്ണ. ബ്രാഹ്മണ വർണ്ണമാണ് ദേവതാ വർണ്ണമാകുന്നത്. ശിവബാബ ബ്രഹ്മദ്വാര ബ്രാഹ്മണ ബനാത്തെ. ഈ ബ്രാഹ്മണരെ എങ്ങനെ ഉണ്ടാക്കും? ശിവബാബ ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണരെ രചിക്കും. ബ്രാഹ്മൺ ഒരു ദേവതാ ബന്ധത്തെ. ബ്രാഹ്മണരെ പുരുഷാർത്ഥം ചെയ്ത് ദേവതകളാകും. ഇതിനെ സീതി പാത്തു. ഇതൊക്കെ എത്രയും നേരെ വേണ്ട കാര്യമാണ്. परंतु बच्चों पर बड़ा वंडर लगता है जो इतनी सहज भी कई बच्चे धारणा नहीं कर सकते. പക്ഷെ ബാബ പറയണ കുട്ടികളെ കാണുമ്പോൾ അത്ഭുതം വരും.
ഇത്രയും ലളിതമായ കാര്യങ്ങൾ പോലും കുട്ടികളുടെ തലയ്ക്ക് കയറും. നാട്ടുകാരുടെ കാര്യമല്ല, ബാബയുടെ കുട്ടികളുടെ കാര്യമല്ല. ഇത്രയും ലളിതമായ കാര്യം ഒരു തലയിൽ കയറാത്തതിന്റെ ഒരു കാരണം എന്താ? പറഞ്ഞു കൊടുക്കാത്തത്. നമുക്ക് പൂർണ്ണമായ വിശ്വാസമില്ലെങ്കിലും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. പറഞ്ഞു കൊടുത്ത് നമ്മുടെ ആത്മാവിൽ ഇത് ഉറച്ചു. അല്ലാണ്ട് അതുകൊണ്ട് അവരെ പഠിപ്പിക്കുകയും ചെയ്യാൻ പറ്റത്തില്ല. अच्छा मीठे मीठे सिकिल दे बच्चों प्रति माता पिता बाप दादा का याद प्यारा और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ധാരണയ്ക്കുള്ള പ്രധാന കാര്യങ്ങൾ ബാബയുടെ കൂടെ സദാ സത്യസന്ധരായി കഴിയും. വികാരങ്ങളെ ദാനം നൽകിയിട്ട് പിന്നീട് ഭസ്മാസുരരായി മാറരുത്. പവിത്രതയുടെ ആജ്ഞ തീർച്ചയായിട്ടും പാലിക്കണം. ബാബയുടെ കൂടെ സദാ സത്യസന്ധരായി കഴിയണം. വികാരങ്ങൾ ബാബയ്ക്ക് ദാനം ചെയ്തിട്ട് പിന്നെ ഭസ്മാസുരനാകരുത്. പവിത്രതയുടെ ആജ്ഞ തീർച്ചയായിട്ടും പാലിക്കും. വികാരത്തിന്റെ സൂക്ഷ്മ അംശങ്ങളെ യോഗബലത്തിലൂടെ സമാപ്തമാക്കണം. നല്ല രീതിയിൽ പഠിക്കണം, നല്ല രീതിയിൽ പഠിക്കും. ഇന്നത്തെ വരുന്നത് मंजिल को सामने रख ब्रह्मा बाप को फॉलो करते हुए फर्स्ट नंबर लेने वाले തീവ്ര പുരുഷാർത്ഥം. കുറച്ച് ദിവസമായിട്ട് 18-ാം തീയതി വരെ എന്താ പറയുന്നത്? ബ്രഹ്മബാബയെ ഫോളോ ചെയ്യണം പറയുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസമൊക്കെ എന്താ പറഞ്ഞത്? ബ്രഹ്മബാബ എങ്ങനെ ചിന്തിച്ചു, എങ്ങനെ സംസാരിച്ചു, എങ്ങനെ പ്രവർത്തിച്ചു, അതേപോലെ നമ്മൾ പ്രവർത്തിച്ചാൽ മതി. ബ്രഹ്മബാബയുടെ സ്നേഹം ഉണ്ടെങ്കിൽ ബ്രഹ്മബാബൻ ചെയ്തതുപോലെ ചെയ്താലും മതി അല്ലെ? അപ്പൊ ഇന്ന് ബാബ പറയാണ്, ലക്ഷ്യം മുന്നിൽ വച്ച് ബ്രഹ്മബാബയെ ഫോളോ ചെയ്ത് ഫസ്റ്റ് നമ്പർ നേടുന്ന തീവ്ര പുരുഷാർത്ഥിയായി. തീവ്ര പുരുഷാർത്ഥിക്ക് സാമനെ സദാ മഞ്ചിൽ. ഇതാണ് അടിവരയിട്ട് പഠിക്കേണ്ടത്. തീവ്ര പുരുഷാർത്ഥിയുടെ മുമ്പിൽ ലക്ഷ്യമുണ്ടായി. ലക്ഷ്യമില്ലാത്ത ആരും തീവ്ര പുരുഷാർത്ഥി ആ ഡ്രാമ അനുസരിച്ച് ആയിക്കോളും. അവരൊന്നും ഒരിക്കലും തീവ്ര ഒരു ലക്ഷ്യം വയ്ക്കും. വേ കബി യഹാം വഹാം നഹീം. ലക്ഷ്യം വച്ചവര് അവിടെയും ഇവിടെയും നോക്കില്ല. നമ്മൾ സേവനത്തിൽ ഒരു ലക്ഷ്യം വയ്ക്കണം, പുരുഷാർത്ഥത്തിൽ ഒരു ലക്ഷ്യം വയ്ക്കണം, എല്ലാത്തിലും വയ്ക്കണം. ലക്ഷ്യമുണ്ടെങ്കിൽ അവിടെ ഇവിടെ നോക്കത്തില്ല. फर्स्ट नंबर में आने वाली आत्माएं व्यर्थ को देखते हुए भी नहीं देखते, व्यर्थ बातें सुनते हुए भी नहीं सुनते. ഫസ്റ്റ് നമ്പറിൽ വരുന്ന ആത്മാക്കള് വ്യർത്ഥമായ കാര്യങ്ങൾ കേട്ടും കേൾക്കാതിരിക്കും, കണ്ടും കാണാതിരിക്കും. ഏതൊരു കാര്യത്തിന് നമ്മളൊരു ടാർഗറ്റ് വെച്ച് നമ്മളൊരു പ്രോഗ്രാം ഒരു പ്രോഗ്രാം എപ്പോഴെങ്കിലും നടന്നാൽ മതി, അങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്തില്ല. നമ്മളൊരു പ്രോഗ്രാം ചെയ്യണം. ആ പ്രോഗ്രാം ചെയ്യണം നമ്മൾ നിശ്ചയിക്കുകയാണെങ്കിലോ പിന്നെ അവിടെ ഒരു തപസ്സായിരിക്കും, അല്ലാതെ നടക്കത്തില്ല. അതായത് നമ്മുടെ ഫുൾ ഇൻവോൾവ്മെന്റ് അതിലേക്ക് വേണം. അപ്പൊ എന്ത് ചെയ്യുന്നു? അവരുടെ ശാസ്ത്രജ്ഞന്മാരെന്ത് ചെയ്യും? അണ്ടർഗ്രൗണ്ടിൽ അപ്പോഴവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. അപ്പൊ അവർ പരിപാടികൾ എന്തുകൊണ്ടാണ് വയ്ക്കാൻ പറയുന്നത്? പരിപാടികളിൽ ബിസി ആയി, അപ്പൊ മായ വരത്തില്ല. അതേപോലെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പറയണം പിന്നെ കളയും ചിരിക്കും. കാരണം അത് അത്രയും ഗൗരവമായിട്ട് തീർക്കും. കളയും ചിരി വരുമ്പോൾ വേസ്റ്റ് കയറി വരാണെങ്കിൽ ബെസ്റ്റ് വരത്തില്ല, മറച്ചു കളയും. അപ്പൊ ബാബ പറയാണ്, ഒരു ലക്ഷ്യമുള്ളവര് ബാബ പറയണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കാനും കാണാനും പോകില്ല. വേ മഞ്ചിൽ കോ സാമനെ ബ്രഹ്മ ബാബക്കോ ഫോളോ കർ. അവര് ലക്ഷ്യം മുന്നിൽ വെച്ചിട്ട് ബ്രഹ്മ ബാബയെ ഫോളോ ചെയ്യും. ജैसे ब्रह्मा बाबा ने अपने को करनहार समझकर कर्म किया, कभी करावनहार नहीं समझा, इसलिए जिम्मेवारी संभालते भी सदा हल्के. ഇതാണ് ഇന്നത്തെ പോയിന്റ്. ധാരാളം പേര് ബ്രഹ്മബാബയുടെ കൂടെ ഉണ്ടല്ലോ, അവര് പലരും ലക്ഷ്യമില്ലാത്തവരുമായിരിക്കും. അവര് പലരും നെഗറ്റീവ് കാണിക്കും. അപ്പൊ ബാബ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു? അതെന്റെ ഉത്തരവാദിത്വം. എന്നെ മാറ്റിയെടുക്കാൻ എന്റെ ഉത്തരവാദിത്വം, അത് ശിവബാബയുടെ ഉത്തരവാദിത്വം. കരാവൻഹാർ ഞാനല്ല ചെയ്യിപ്പിക്കുന്നത്, ഞാനല്ല യജ്ഞം നടത്തിക്കുന്നത്, അത് ബാബയാണ്. അങ്ങനെ ബാബ എന്ത് ചെയ്യും? ബാബ ഭാരരഹിതനായി മാറും. അല്ലെങ്കിൽ അതൊക്കെ ബാബയ്ക്ക് ഭയങ്കര ടെൻഷനാവും. ഒരു ഓഫീസിൽ ടെൻഷൻ വരുന്ന എന്താ? പണിയെടുക്കുന്നില്ല, ഫയൽ നീങ്ങുന്നില്ല, പണിയെടുക്കുന്നില്ല. അപ്പൊ അതിന് മുകളിലിരിക്കുന്ന ആൾക്ക് ഭയങ്കര ടെൻഷൻ. അപ്പൊ ബാബയ്ക്കും ചിന്തിച്ചാലും ടെൻഷൻ വരും. കാര്യങ്ങൾ ഉദ്ദേശിക്കും. ബാബ ഭയങ്കര ഫാസ്റ്റാണ്. ബാബ അതിതീവ്രഗതിയുള്ള ആളാണ്. ബാബ ആദ്യത്തിൽ പോയിന്റ് പറഞ്ഞെന്തായിരുന്നു 2 ദിവസം മുമ്പ്? ഇപ്പോ അതാണ് ബ്രഹ്മ ഇപ്പൊ നടക്കണം, പിന്നെ നാളത്തേക്കൊന്നും പറ്റത്തില്ല. അപ്പൊ ചെയ്യുന്നില്ലെങ്കിൽ ടെൻഷൻ വരും. ശിവാബയ്ക്ക് ഇട്ടു. അങ്ങനെ ബ്രഹ്മബാബ എന്ത് ചെയ്യും? ഭാരരഹിതനാണ്. ഐസെ ഫോളോ ഫാദർ. ബാബ പറയണു അങ്ങനെ ബാബയെ ഫോളോ ചെയ്യും. സ്ലോഗൻ ജോ ബാത്ത് അവസ്ഥക്കോ ബിഗടനെ വാലി ഉസെ സുനത്തെ ഹുയേ ഭി നഹീ. നമ്മുടെ അവസ്ഥയെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ബാബ പറയണു അത് കേട്ടും കേൾക്കാതെ. അത് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ള അവസ്ഥയോട് അവരെന്തിനാ കേൾക്കാം?
ഉത്തരവാദിത്തമുള്ളവർക്ക് കേൾക്കേണ്ട വരും. അങ്ങനെ ഉത്തരവാദിത്തം എടുക്കുന്നവരോട് ബാബ എന്താ പറഞ്ഞേക്കണേ? ഡബിൾ ബ്രേക്ക് ഇട്ടേക്കാണ്, അല്ലെ കേൾക്കണ്ടാക്കാം. ഡബിൾ ബ്രേക്കില് ഉത്തരവാദിത്തം പിന്നെ ചപ്പ് ചവർ പറഞ്ഞുകൊണ്ടാണ്. ഇന്ന് ലൗലിൻ സ്ഥിതിയുടെ അനുഭവം ചെയ്യാൻ വേണ്ടി പറയാണ്. ബാബയ്ക്ക് കുട്ടികളോട് അത്രയും സ്നേഹമാണ്. ദിവസവും ബാബ നമുക്ക് സ്നേഹം നൽകുന്നു, സ്നേഹസ്മരണകൾ നൽകുന്നുണ്ട്. അതിനുവേണ്ടി വലിയ കത്ത് എഴുതുന്നു. ഒരു ബാബയുടെ കത്താണ്. അതിൽ ബാബ ദിവസവും നമുക്ക് സ്നേഹസ്മരണകൾ നൽകുന്നതിനോടൊപ്പം തന്നെ ബാബ നമ്മുടെ കൂട്ടുകാരനായി കൂടെയുമുണ്ട്. ഈ സ്നേഹത്തിൽ തന്റെ സകല ദുർബലതകളെയും ബലിയാകും. അപ്പോൾ സമാന സ്ഥിതിയായി. അതായത് ബാബ നമ്മൾ അത്രയും സ്നേഹിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, സ്നേഹസ്മരണകൾ നൽകുന്നുണ്ട്. ബാബ അത് മാത്രമല്ല, ദിവസം മുഴുവൻ ഞാൻ നിങ്ങളുടെ കൂടെയും. അപ്പോൾ ഈ സ്നേഹത്തിൽ ബാബ പറയണം നമ്മുടെ ദൗർബല്യങ്ങള് ബലിയാകും. ദൗർബല്യങ്ങൾ നേരത്തെ എന്താ പറഞ്ഞത്? വ്യർത്ഥമായ കാര്യം. അപ്പൊ ഇന്ന് ബാബ എന്താ പഠിപ്പിച്ചത്? മധുരമായ കുട്ടികളെ, ബാബയിൽ നിന്നും പൂർണ്ണമായ സ്വത്ത് നേടുന്നതിന് വികാരങ്ങളെ തീർച്ചയായിട്ടും ദാനം ചെയ്യണം. ദേഹി അഭിമാനിയായി മാറണം. മമ്മ ബാബ എന്ന് പറഞ്ഞാൽ പോരാ, യോഗ്യരായി മാറണം. ആസ്തികരായ കുട്ടികൾക്ക് ദേഹാഹങ്കാരം വരും. പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. മായയുടെ മരുന്ന് മേടിച്ച് കഴിക്കുന്നു. ആത്മാവാണ് ദേഹ്യാഭിമാനിയാകണം. ഈ കാര്യങ്ങൾ മറക്കുമ്പോൾ അവർ വീണ്ടും നാസ്തികരായി മാറും. അവര് ഈശ്വരന്റെ വഴിയിൽ നിന്നും. പിന്നെ ബാബ എന്താ പറഞ്ഞത്? സൃഷ്ടിയെ 4 തിരിച്ചിരിക്കുകയാണ്. അവരുടെ കണക്കനുസരിച്ച് ഒന്നും ശരിയാവില്ല. കാര്യം അവർ സത്യത്തിന് തന്നെ വലിയ കാലാവധി കാണിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പകുതി പകലാണ്, പകുതി രാത്രിയാണ്. അതിനാണ് ബ്രഹ്മാവിന്റെ പകല്, ബ്രഹ്മാവിന്റെ രാത്രി എന്ന് പറയുന്നത്. അത് കൽപ്പവൃക്ഷമായിട്ടും കാണിക്കാറുണ്ട്. അതിന്റെ ആ തായ്തടി ബാബ പറയുന്നു സനാതന ധർമ്മം ഇല്ല, അത് 3 കൊമ്പുകളിലാണ് നിൽക്കുന്നത്. ഈ കാര്യങ്ങൾ ബാബ പറയണു ലോകത്ത് ആർക്കും അറിയില്ല, ഒന്നും അറിയില്ല. ഈ സമയത്ത് ബാബ വരുമ്പോഴാണ് നമുക്ക് ഈ അറിവ് നൽകുന്നത്. ഈ അറിവ് ബ്രാഹ്മണരിലൂടെയാണ് ബാബ ലോകത്തിന് കൊടുക്കുന്നത്. ബാബ പറയണു കുട്ടികള് ഇത് നന്നായി ധാരണ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ധാരണ ചെയ്യിപ്പിക്കണം, പഠിപ്പിക്കണം. പറഞ്ഞു എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല? അവർ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ അതിനൊരു കാരണം ബാബ പറയണം വികാരങ്ങളുടെ ലഹരിയിലും. കാമക്രോധാദികൾ മനസ്സിലുണ്ടെങ്കിൽ ബാബ പറയണം നിർവികാരി ലോകത്തിലേക്ക് പോകാനുള്ള ജ്ഞാനവും നമ്മുടെ മനസ്സിലിരിക്കും. അതുകൊണ്ടാണ് ബാബ പറയുന്നത് കാമം മഹാശക്തി. കുട്ടികൾ ബാബയോട് പറയണം ബാബ ഭയങ്കരമായി കൊടുക്കാറ്റും. ബാബ പറഞ്ഞു യോഗബലത്തിലൂടെ ജയിച്ചു, ജ്ഞാന യോഗബലത്തിലൂടെ അതിനെ ജയിക്കണം. ബാബയുടെ അടുത്ത് സത്യസന്ധരായിട്ട് നമ്മൾ ഇരിക്കണം. ക്രോധം ബാബ പറഞ്ഞു ചിലപ്പോൾ കൈയെടുത്ത് അടിക്കുന്നുണ്ട്. ചിലപ്പോൾ ബാബ പറയാണ് കൊലപാതകത്തിലേക്ക് വരെ പോകും. ഇതൊക്കെ നമ്മൾ പേപ്പറുകളിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വികാരങ്ങളെല്ലാം നരകത്തിലേക്ക് തള്ളിയെടുക്കുക. ഇത് കുമ്പിപ്പാക്ക് നരകമാണ്. വരാൻ പോകുന്നത് ശിവാലയമാണ്. അപ്പോൾ ആ ശിവാലയത്തിലേക്ക് പോകണമെങ്കിൽ ബാബ പറയാണ് ബാബയുടെ ഫർമാൻ, ആജ്ഞകൾ അനുസരിച്ച് നമ്മൾ നടക്കണം. പക്ഷെ ബാബ പറയണം പഠിച്ച് പല കുട്ടികൾക്കും ദേഹാഹങ്കാരം വരും. ഞാനെല്ലാം പഠിച്ചു എന്ന് വിചാരിക്കും, അവർ മുരളി പോലും കേൾക്കും. അങ്ങനെ വരുമ്പോൾ ബാബ പറയണം വീണ്ടും നശിച്ചു. മാർപ്പാപ്പ പോലും ബാബ പറയണം യഥാർത്ഥത്തിൽ ആസ്തികനല്ല. ബാബയെ മനസ്സിലാക്കാത്തവരെല്ലാം നാസ്തികൻ. അപ്പൊ ബാബ പറയണം ഇത് ലോകത്ത് നാസ്തികരാണ്. സത്യത്രേതായികമാണ് ആസ്തിക സ്വത്തുണ്ടായിരുന്നത്. ദ്വാപരം മുതല് നാസ്തികന്മാരാണ്. ഈ ഒരു സമയത്ത് ബാബയ്ക്ക് മാത്രമേ ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ബാബയെ കുട്ടികൾ സർവജ്ഞൻ എന്ന് വിളിക്കുന്നത്. അതിത പാവന വരൂ എന്ന് വിളിക്കുന്നത് ബാബയെ തന്നെ. ബാബ എല്ലാവരെയും പാവനമാക്കുന്നത് ബാബ തന്നെയാണ്. ബാബ ബ്രഹ്മാവിലൂടെ പുതിയ സൃഷ്ടി രചിക്കുകയാണ്. ബ്രഹ്മാവിലൂടെയാണ് ബ്രാഹ്മണരെ രചിക്കുന്നത്. ബ്രാഹ്മണരാണ് യജ്ഞം നടത്തുന്നത്, ദേവതകളെല്ലാം. ഈ യജ്ഞത്തിൽ ബാബ പറഞ്ഞു പഴയ ലോകം നശിക്കും. അപ്പോൾ ആരാണോ യജ്ഞം നടത്തിയത് ആ ബ്രാഹ്മണർക്ക് ഇത് കിട്ടും. ബാബ പറയുന്നതനുസരിച്ച് ദേഹ്യാഭിമാനിയായി വികാരങ്ങൾ ജയിക്കുകയാണെങ്കിൽ ബാബ പറഞ്ഞു നിങ്ങൾക്ക് നേട്ടം, അല്ലെങ്കിൽ അവരവർക്ക് തന്നെയാണ് നഷ്ടം സംഭവിക്കുന്നത്. അതുകൊണ്ട് ബാബ പറയാണ് കുട്ടികളെ വികാരങ്ങളെ നമ്മൾ ജയിക്കണം. ദേഹ്യാഭിമാനിയാകാനായിട്ട് നന്നായിട്ട് നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ ഭസ്മാസുരന്മാരായിട്ട് മാറരുത്. പവിത്രതയുടെ ആജ്ഞയെ നമ്മൾ പാലിക്കണം. എന്തെങ്കിലും സൂക്ഷ്മമായ വികാരങ്ങൾ ഉണ്ടെങ്കിൽ യോഗബലത്തിലൂടെ ഇല്ലാണ്ടാക്കണം. നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്യും. വരദാനത്തിൽ ബാബ എന്ത് പറഞ്ഞു? ലക്ഷ്യം വച്ചിട്ട് ആ ലക്ഷ്യത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കണം. അനാവശ്യമായ കാര്യങ്ങൾ കാണാനും കേൾക്കാനും പോകരുത്. കൂടെയുള്ളവരെ അനാവശ്യം കാണിക്കുന്നെങ്കിൽ അതെല്ലാം ശിവബാബയുടെ ഡ്യൂട്ടിയാണെന്ന് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ജോലി ചെയ്യണം. ശ്ലോകനിൽ ബാബ എന്ത് പറഞ്ഞു? നമ്മുടെ സ്ഥിതിയെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ബാബയോട് കേൾക്കാതിരിക്കുക. അഥവാ കേൾക്കേണ്ട ഗതികേട് വരാണെങ്കിൽ അത് അങ്ങ് വിട്ടേക്കണം. പിന്നെ അതിനെ കുറിച്ച് പറയാനും പിടിക്കാനും നമ്മൾ പോകരുത്. പിന്നെ ബാബ എന്ത് പറഞ്ഞു? ഞാൻ കുട്ടികളെ സ്നേഹസ്മരണകൾ മാത്രം നൽകാല്ല, 10 മാത്രമല്ല എഴുതുന്നത്. ബാബ പറയാണ് ഞാൻ അത്രയും കുട്ടികളെ സ്നേഹിക്കുന്നുണ്ട്, സഹയോഗിയാകുന്നു. ആ സ്നേഹത്തിലെ നമ്മുടെ ദുർബലതകളെ അർപ്പിക്കാൻ ബാബ പറഞ്ഞു. അത് അർപ്പിച്ചുകൊണ്ട് നമുക്ക് 2 ബെഞ്ച്